ദേശത്തിലെ ആഭിചാരകന്മാരുടെയും മന്ത്രവാദികളുടെയും പിൻബലത്തിൽ നിന്റെ സമയം കുറിച്ച ശത്രുവിൻ്റെ സമയം ദൈവം കുറിച്ചിരിക്കുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന ബ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ല എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. എന്താണ് ദൈവം ചെയ്യും എന്ന് പറഞ്ഞ കാര്യം? യഹോവയുടെ കൈ, 3-ാമത്തെ വാക്യമാണ്, കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേലിയരുടെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. സമയം കുറിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ സമയം? ദൈവജനത്തിൻ്റെ സമയം. ആരുടെ കയ്യാൽ? ഫറവോൻ്റെ അണ്ടറിലുള്ള മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും അവരുടെയുള്ള പടനായകന്മാരുടെയും പടത്തലവന്മാരുടെയും കയ്യാൽ. ഇവർ ഇവിടുന്ന് പോകുന്നതൊന്ന് കാണട്ടെ. ഇവർ ജീവനോടിരിക്കും കാലം മുഴുവൻ ഞങ്ങൾക്ക് അടിമകളായിരിക്കണം. ഞങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, ഞങ്ങളുടെ ഇഷ്ടം എന്താണോ അത് തന്നെ ചെയ്യണം. അല്ലേ ബ്രദർ? അതാണ് അവരുടെ വെല്ലുവിളി. രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. എന്നാൽ വല്ലതും നിരവേ തരുമോ? തരത്തൂല്ല. അവിടെ തന്നെ പിടിച്ചിട്ടിരിക്കുക. നോ, കേൾക്ക്, നീ അവിടെ നിന്ന് പുറത്തു വരുവാൻ പോകുക ബ്രദർ. ആ നക്കാപ്പിച്ച വാങ്ങി ഇനിയും നിൻ്റെ ജീവിതം അങ്ങനെ നരകിച്ച് തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിന്ന് നീ പുറത്തു വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. പുറത്ത് വിടത്തില്ല എന്ന്. പ്രിയ സിസ്റ്ററെ, പ്രാർത്ഥിക്ക്, പുറത്ത് വിടത്തില്ല എന്ന്. ഇപ്പോൾ അവസരമുണ്ട്, പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അവരങ്ങോട്ട് വലിയ വലിയ എമൗണ്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക, സമ്മതിക്കുന്നില്ല. അയ്യോ, വചനം പറയുന്നു, ദൈവം അവരുടെ സമയം കുറിച്ചിരിക്കുന്നു. ആമേൻ. ദൈവം അവരുടെ സമയം കുറിച്ചിരിക്കുന്നു. നീ പുറത്തു വരുവാനുള്ള സമയമായി. പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ റെഡിയാണോ? അവർ പറഞ്ഞ കണക്കുകൾ നീ കാര്യമാക്കണ്ട. അവർ പറയുന്ന നിയമ നടപടികളെക്കുറിച്ച് നീ നോക്കേണ്ട. അവിടെ തന്നെ നീ ജോലി ചെയ്യേണ്ടി വരുമെന്ന് വാദിക്കുന്ന ആ വാക്കുകളെ നീ ഭയപ്പെടേണ്ട. ദൈവം അവരുടെ സമയം കുറിച്ചിരിക്കുന്നു. നീ പുറത്തു വരിക. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് അതിനകത്ത് ചിലതിനെ തൊടും. സ്തോത്രം. ആമേൻ. വയലിലെ കാളയെയും കഴുതയും, സ്തോത്രം, നീ അവിടെ വേണ്ടെന്ന് പറയും വിധത്തിൽ കർത്താവ്, ഓ താങ്ക് യു ലോർഡ്. നീ പുറത്തു വരും സിസ്റ്ററെ. നീ സ്വപ്നം കാണുന്ന ആ സ്ഥലത്തേക്ക് പോകുവാൻ തക്കോണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എന്നിട്ട് കോണ്ടാക്ട് ചെയ്യും. ആമേൻ. അവരുടെ ഒരു പരിപാടിയും നടക്കത്തില്ല. പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ പുറത്തു വരും. അവരവിടെ ബന്ധിക്കപ്പെട്ട അടിമകളെപ്പോലെ ആയിരിക്കുന്നു. പുറത്തു വരുവാൻ കഴിയുന്നില്ല. പാസ്റ്ററേ, എൻ്റെ മകൾ അടിമയായി തീർന്നിരിക്കുന്നു. പല വിദ്യാഭ്യാസമുള്ളവളാണ്, അവൾക്കൊരു ജോലി കിട്ടുന്നില്ല. അല്ല, ജോലിക്ക് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ചിലരുടെ കാൽ കീഴിലിട്ടിരിക്കുക. കേൾക്ക്, അവിടെ നിന്ന് എൻ്റെ ദൈവം അവളെ പുറത്തു കൊണ്ടുവരും. ഓ സ്തോത്രം. അവളുടെ കാര്യം നോക്കുന്ന, നീ ആഗ്രഹിച്ചതുപോലെ സമ്പാദിക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കുന്നൊരു പെൺകുട്ടിയായി നിൻ്റെ മകൾ മാറും. അവരുടെ വീട്ടിലെ അടുക്കള വേല ചെയ്യുവാനല്ല നീ പഠിപ്പിച്ചത്. അവരുടെ വീട്ടിലെ അടുക്കള വേല ചെയ്യുവാനല്ല. യേശുവിൻ നാമത്തിൽ അവളെ അടുക്കളപ്പുറത്ത് നിൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുക. സിസ്റ്ററെ, കേൾക്ക്, നീ അവിടെ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചിലരുടെയൊക്കെ ആഗ്രഹം നീ ജീവിതകാലം മുഴുവൻ അവരുടെ കാൽ കീഴിൽ കിടക്കണമെന്ന. അവരോട് സഹായങ്ങൾ ചോദിച്ച്, അവർ തരുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച്, അവരെക്കുറിച്ച് സ്തുതി പറഞ്ഞ്, മുഖസ്തുതിയൊക്കെ പറഞ്ഞു, അയ്യോ അവരാണ് സഹായിച്ചത്, മക്കളുടെ പഠനത്തിന് സഹായിച്ചത്, അവരാണ് കല്യാണത്തിന് സഹായിച്ചത്. എന്ത് സഹായിച്ചു, എത്ര സഹായിച്ചു, അത് പറയണ്ട. അങ്ങനെ നീ അവരുടെ സ്തുതി പാഠകരായി നടക്കണമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സമ്മതിക്കാതെ. അമ്മേൻ. പലപ്പോഴും നമ്മൾ പുറമേ ഉള്ളതേ കാണുന്നുള്ളൂ, അകമേ വേറെ പരിപാടിയാണ്. നീ സന്തോഷത്തോടെ ചില കാര്യങ്ങൾ ചെയ്യണം, രക്ഷപ്പെടണമെന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും ആ ചിരി നിൻ്റെ മുഖത്ത് അധികം ഇല്ലല്ലോ, സന്തോഷവും. കാരണം എന്താ? ചെയ്യേണ്ടത് അവർ പിന്നിൽ ചെയ്യുന്നുണ്ട്. നീ രക്ഷപ്പെടരുത്, നീ പുറത്തു പോകരുത്. പല വാതിലുകളും പല വഴികളും തലമുറകൾക്ക് മുമ്പിൽ അടഞ്ഞത് എങ്ങനെയെന്ന് ഇതുവരെ സംശയം മാത്രമായിരുന്നു. എന്താ പറ്റിയത് പാസ്റ്ററെ? അറിയത്തില്ല.
എല്ലാം ഓക്കെ ആയതാ. പക്ഷേ ചെറുക്കൻ എന്താ ഇപ്പോഴും വീട്ടിനകത്തുണ്ട്. താടിക്ക് കൈയും കൊടുത്തു, വഴിയടച്ചു. ആ വഴി കർത്താവ് തുറക്കുക. നിൻ്റെ തലമുറ പുറത്തു പോകുക. രാജ്യങ്ങളുടെ വാതിലുകൾ എൻ്റെ ദൈവം നിൻ്റെ തലമുറയ്ക്ക് മുമ്പിൽ തുറക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. വാക്തത്വത്തിലേക്ക്, നീ കേട്ട വാക്തത്വങ്ങളിലേക്ക് എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ കരം പിടിച്ച് നടത്തുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങും. ഓ യെസ്, ആമേൻ. നീ എല്ലാ കാലത്തും ഇങ്ങനെ രോഗിയായി തന്നെ തുടരണമെന്നും ഡോക്ടർമാരുടെ ആവശ്യമൊന്നുമല്ല കേട്ടോ, അവർക്കൊക്കെ മടുത്തു. ആമേൻ. പക്ഷേ ചിലരുടെ ആവശ്യമാണ്. ചിലർക്ക് വന്നിരുന്ന് നിൻ്റെ അടുത്ത് വന്നിരുന്ന് ആൾ കളിക്കാനും എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിന്നെ കാണിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള, അതിനുവേണ്ടി നീ കിടക്കണമെന്ന് ആരുടെയോ ഇഷ്ടത്തിന് രോഗിയായിത്തീർന്ന് കഷ്ടമനുഭവിക്കുന്ന സിസ്റ്റർ, ബ്രദർ, നിന്നോട് തന്നെ ആ കിടക്ക വിട്ട് നീ എഴുന്നേൽക്കുവാൻ പോകുക. ഇനിയും രോഗിയായി അവിടെ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ കൂടി നിൻ്റെ സമയം കുറിച്ച, നീ ആ കിടക്കയിൽ തന്നെ തീരുമെന്ന് ശത്രു കുറിച്ച സമയത്തെ എൻ്റെ ദൈവം മാറ്റി അവൻ്റെ സമയത്തെ ദൈവം കുറിക്കുക. ഓ ആമേൻ. കർത്താവ് ചിലരെ ഈ ദിവസങ്ങളിൽ തൊടുവാൻ പോകും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ബ്രദർ, ആ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിൻ്റെ വളർച്ചയ്ക്കും പ്രാപിക്കലിനും തടസ്സമായി നിൽക്കുന്ന സിസ്റ്റർ, ആ കുടുംബത്തിനകത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന, സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന, വെല്ലുവിളിക്കുന്ന ഇടമക്കളെ, നിങ്ങളുടെ മുന്നേറ്റത്തിനും നിങ്ങളുടെ പ്രാപിക്കലിനും നിങ്ങളുടെ പുറത്തു പോകലിനും നിങ്ങളുടെ ഐശ്വര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന, മുറിക്കകത്ത് താടിക്ക് കയ്യും കൊടുത്ത് എന്ത് പറയണം, ആരോട് എന്ത് എന്നറിയാതെ ഉള്ള ഫ്രസ്ട്രേഷനും ദേഷ്യവും മുഴുവനും മാതാപിതാക്കളോട് തീർക്കും വിധത്തിൽ സ്വയം ചതച്ചായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓഹ് അമ്മേൻ, സ്തോത്രം. നിന്നെ അങ്ങനെ ആക്കിയ ശത്രുവിൻ്റെ സമയം എൻ്റെ ദൈവം കുറിച്ചിട്ടുണ്ട്. ഓഹ് അമ്മേൻ, സ്തോത്രം. ചിലരെ കർത്താവ് തൊടുവാൻ പോകുക. ആ വീട്ടിനകത്ത്, ആ ജോലി സ്ഥലത്ത് കർത്താവ് ചിലരെ തൊടുവാൻ പോകുക. നിൻ്റെ ദേശത്തിൽ ചിലരെ തൊടുവാൻ പോകുക. പ്രിയ പാസ്റ്ററെ, ശുശ്രൂഷക, പ്രാർത്ഥിക്കുക. ആ ദേശത്തിൽ സഭ മതി, ഇനി ഇവിടെ വേണ്ട, ഇനി നീ കർത്താവിൻ്റെ വേല ചെയ്യണ്ട, നീ ദേശത്ത് കാല് കുത്തണ്ട. പ്രാർത്ഥിക്കുന്ന സഹോദരി, അപ്പം നീ ചില ഭവനങ്ങൾക്ക് മുൻപിൽ കാൽ കുത്തരുത്, നിൻ്റെ കാൽ ചില ഭവനങ്ങൾക്ക് മുമ്പിൽ നിൽക്കരുതെന്ന് വാദിച്ചു നിൽക്കുന്ന, യെസ്, പ്രാർത്ഥിച്ചോ. യെസ് യെസ്, ആമേൻ ആമേൻ ആമേൻ. ചിലതിൻ്റെയൊക്കെ സമയം കർത്താവ് കുറിച്ചിട്ടുണ്ട്. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില ദുഷ്ടമനുഷ്യരുടെ, അവരുടെ പിന്നിൽ കളിക്കുന്ന മന്ത്രവാദികളുടെ, ആഭിചാരകന്മാരുടെ സമയം ദൈവം കുറിച്ചിട്ടുണ്ട്. അവരുടെ കുറിപ്പുകളെ കർത്താവ് കീറിക്കളയുക. ആമേൻ, സ്തോത്രം. റെഡിയാണോ? പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരുടെ സമയം കുറിപ്പിക്കുവാൻ. ആമേൻ. കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ആ സമയം കുറിക്കും വിധത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം കോൺടാക്ട് ചെയ്തുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ആയിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ മീറ്റിങ്ങുകളുണ്ട്. സഭാരാധനയാണ്. വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11:30 മണി മുതൽ. നിങ്ങൾക്ക് ലൈവായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. അപ്പോൾ കടന്നു നോക്ക്, ബ്ലെസ്സിങ് ആയിരിക്കും. എന്നാൽ കണ്ടടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അപ്പോൾ ശക്തന്മാരുടെയും ആൾബലമുള്ളവരുടെയും മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും സമയം കുറിക്കലുകളിൽ ഭയപ്പെട്ട് ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, ഇനി രക്ഷപ്പെടുവാൻ കഴിയത്തില്ല, എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഒതുങ്ങിയായിരിക്കുന്നവർ, ഇവർക്ക് വേണ്ടി സ്വർഗം ഇവരുടെ ശത്രുവിൻ്റെ സമയം കുറിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ, ഇവർ പുറത്തു വരട്ടെ. ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ മാറട്ടെ. വരുമാന മേഖലകളെ അനുഗ്രഹിക്കണമേ അപ്പ. ഇവർക്ക് വേണ്ടി സ്വർഗം വഴി തുറക്കണമേ. അടഞ്ഞുപോയ എല്ലാ വഴികളും വാതിലുകളും തുറന്നു വരട്ടെ. തൊഴിലിടത്തിലെ വെല്ലുവിളികൾ മാറട്ടെ. ഇവർ വിശാലത പ്രാപിക്കട്ടെ. ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ. ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ.
വിടത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളും നിയമങ്ങളും മാറ്റി എഴുതപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. IELTS, OET, പ്രോമെട്രിക്, MOH എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ മാറിപ്പോകട്ടെ. തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ ആത്മീക ഭൗതിക സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഇവർ പ്രാപിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ ഇഴയട്ടെ. അശുദ്ധാത്മാക്കൾ വിട്ടുമാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഭാവിക്ക് മേൽ കെട്ടിയ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഉദരത്തെ കെട്ടിയ കെട്ട് പൊട്ടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. പകുതി വഴികൾ പൂർത്തീകരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകരട്ടെ. ലോണുകൾ സാങ്ഷൻ ആകട്ടെ. ബാധ്യതകൾ തീരട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. വസ്തു വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആമേൻ ദൈവം കുറിച്ച നേരത്ത് ശത്രു വീഴുന്നത് കണ്ട് മുൻപോട്ട് പോകാം. കോൺടാക്ട് ചെയ്ത കാര്യം മറക്കണ്ട. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടെങ്കിൽ പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.